ഇന്ന് നമുക്കൊരു സിമ്പിൾ വെജിറ്റബിൾ റൈസ് തയ്യാറാക്കാം. നമ്മൾ പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം നമുക്കിതിലോട്ട് സ്പൈസസ് ചേർക്കാം. 2 കഷ്ണം കറുകപ്പട്ട, 3 ഗ്രാമ്പു, 2 ഏലക്ക, 10 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. കൂടെ തന്നെ 2 പച്ചമുളകും 3 വറ്റൽമുളകും കൂടി ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പച്ചമുളകോ വറ്റൽമുളകോ ചേർക്കാം. പിന്നെ ഒരു മീഡിയം സൈസായിട്ടുള്ള സവാളയും കൂടി നമുക്ക് കട്ട് ചെയ്ത് ചേർക്കാം. ഇത് ഇത്രയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഏകദേശം ഒന്ന് വഴണ്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർക്കാം. അപ്പോൾ പെരിഞ്ജീരകം നമ്മൾ ഈ സമയത്ത് ചേർക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ആദ്യം തന്നെ ചേർത്താൽ പെട്ടെന്ന് അത് കരിഞ്ഞു. വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് തക്കാളി ചേർക്കണം. ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും പുതിനയിലയും കൂടി ചേർക്കാം. ഇത്രയും കൂടി വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരണം. ഇപ്പോൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ചേർക്കാം. ഞാനിപ്പോൾ തേങ്ങ കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഇപ്പോൾ സ്പൂൺ ലെവലാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ തേങ്ങ മതിയാവും. തേങ്ങ ചേർത്ത് വഴറ്റൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇനി ഇതൊന്ന് തണുക്കണം. നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി. ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് അരയ്ക്കരുത്. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. അപ്പോൾ കുക്കറിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയൊരു സവാള നീളത്തിലരിഞ്ഞതാണ്, അത് ചേർക്കാം. കൂടെ തന്നെ ഒരല്പം കരിവേപ്പിലയും കൂടി ചേർക്കാം. പിന്നെ 3 ബേ ലീഫും കൂടി ചേർക്കുന്നുണ്ട്. ഇത്രയും കൂടി വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് വന്നു. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാലയും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മസാല പ്രത്യേകിച്ച് ഇപ്പോൾ വഴറ്റേണ്ട ആവശ്യമില്ല, കാരണം നമ്മളെല്ലാം വഴറ്റിയിട്ടാണ് അരച്ചിരിക്കുന്നത്. ഒരു 3-4 സെക്കൻഡ് വഴറ്റിയെടുത്താൽ മതി. ഈ മസാല നമ്മൾ വഴറ്റുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും. നമ്മുടെ മസാലയൊക്കെ വഴറ്റിയെടുത്തു. ഇനി ഇതിലേക്ക് പച്ചക്കറികൾ ചേർക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കുറച്ച് ബീൻസും ക്യാരറ്റും ഗ്രീൻ പീസാണ്. നമ്മുടെ കയ്യിൽ ഏത് വെജിറ്റബിൾസ് ആണോ ഉള്ളത് അതൊക്കെ നമുക്ക് ചേർക്കാം. കുറേശ്ശെ ചേർത്താൽ മതി. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ വെജിറ്റബിൾസ് വഴറ്റിയെടുത്തു. ഇനി ഇതിലേക്ക് റൈസ് ചേർക്കണം. ഞാനിപ്പോൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് സോന മസൂരി റൈസാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനത്തെ റൈസിലും ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാണ്. അതല്ലാതെ ബസ്മതി റൈസിലാണ് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഈ സോന മസൂരി റൈസ് ഒന്നുമില്ല, ജസ്റ്റ് കഴുകിയെടുത്തതിന് ശേഷം എടുത്തു. അപ്പോൾ നിങ്ങൾ ബസ്മതി റൈസാണ് എടുക്കുന്നതെങ്കിൽ 1/2 മണിക്കൂർ കുതിർത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്താൽ മതി. അപ്പോൾ റൈസ് ചേർത്തതിന് ശേഷം വെള്ളം ചേർക്കാം. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ചേർക്കേണ്ടത്. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ബസ്മതി റൈസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം ചേർത്താൽ മതിയാവും. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടി ചേർക്കാം. നാരങ്ങയുടെ നീരില്ലെങ്കിൽ അതിന് പകരം നമുക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർത്താലും മതി. കാരണം നമ്മളിതിലേക്ക് ഒരു തക്കാളി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങയുടെ നീര് ചേർത്തത്. പിന്നെ അവസാനമായിട്ട് ഒരല്പം മല്ലിയിലയും പുതിനയും കൂടി ചേർക്കാം. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കോളിഫ്ലവറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോളിഫ്ലവർ പെട്ടെന്ന് വേവും, അതുകൊണ്ടാണ് അവസാനമായിട്ട് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനി അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ ഇടാം. അപ്പോൾ 2 വിസിൽ വന്നതിന് ശേഷം നന്നായിട്ട് സ്റ്റീമൊക്കെ മാറിയതിന് ശേഷം വേണം ഇത് തുറക്കാനായിട്ട്. നമ്മുടെ സിമ്പിളായിട്ടുള്ള വെജിറ്റബിൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല റൈസൊക്കെ കണ്ടില്ല, നല്ല പാകത്തിനാണ് കുക്കായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം കുക്കർ അടയ്ക്കുമ്പോൾ ഇതുപോലെ റൈസ് എല്ലാ ഭാഗത്തും ഒരേ കളറിൽ കിട്ടും. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് റൈസ് കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ ഇതുപോലത്തെ വെജിറ്റബിൾ റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ അടിഭാഗത്ത് വെളുത്തിരിക്കും റൈസ്, മസാലയൊന്നും ചേരാത്ത പോലെ. അപ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ
കുക്കർ അടയ്ക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും ഇതുപോലെ കിട്ടും. ആയിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ്. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ബസ്മതി റൈസ് വെച്ചിട്ട് ഉണ്ടാക്കാം. അതല്ലെങ്കിൽ സാധാരണ സോന മസൂരി റൈസ് അല്ലെങ്കിൽ ഏതെങ്കിലും റൈസൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം.